ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ 50 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങൾ വിശുദ്ധമായി എങ്ങനെ ആചരിക്കാം? ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഇവ ശ്രദ്ധിച്ചാൽ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയോട് ചേർന്ന് വിശുദ്ധമായി നമുക്ക് ഈ 50 നോമ്പ് ആചരിക്കാം. ഒന്നാമതായിട്ട് 5 കാര്യങ്ങൾ. സ്വയം വിശുദ്ധീകരണം, പരാതി കൂടാതെ ജീവിക്കുക, സ്നേഹം, വിധിക്കാതിരിക്കുക, പ്രാർത്ഥന. ഇത്രയുമാണ് ഈ 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം വിശുദ്ധീകരണമായ സ്വയം വിശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ സ്വയം വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ 50 നോമ്പ് വിശുദ്ധമായി ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഈശോയോട് ചേർന്ന് നിന്ന് ആ കുറവുകളെ പരിഹരിച്ച് 50 നോമ്പ് വിശുദ്ധമായി ആചരിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ വചനങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാകണം. ഈശോയുടെ വചനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പാവപരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. സങ്കീർത്തനം 86-ന്റെ 11-12 വാക്യങ്ങൾ. കർത്താവെ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. അങ്ങേ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും. ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. ആ വിശുദ്ധി നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ വചനങ്ങളെ നമ്മൾ ഭയപ്പെടാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കും. പാപബോധവും പശ്ചാത്താപവും നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കും. അതിനായി നമ്മൾ സങ്കീർത്തനം 139-ന്റെ 23-24 വാക്യങ്ങൾ ഏറ്റുപറയാം. ദൈവമേ, എന്നെ പരിശോധിച്ചെൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അങ്ങനെ നമ്മൾ ശാശ്വതമായ മാർഗം നമുക്ക് ഈശോ കാണിച്ചു തരും. ആ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും വചനങ്ങളോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. പാപത്തെ നമുക്ക് ഭയമാകും, പാപത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ടാകും. അങ്ങനെ നമുക്ക് ഈ 50 നോമ്പ് വിശുദ്ധമായി ആചരിക്കാൻ സാധിക്കും. രണ്ടാമതായി, പരാതി കൂടാതെ ജീവിക്കണം. പരാതി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈശോയോട് പരാതി പറയുന്നവരാണ്. ദൈവത്തോട് പരാതി പറയാത്ത ഒരു കാര്യവും നമുക്കില്ല. നമ്മൾ ഈശോയുടെ മുന്നിൽ ചെന്ന് നിന്ന് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാലും എന്നെ സ്നേഹിക്കുന്നില്ല ദൈവമേ എന്ന് നമ്മൾ ഈശോയോട് പരാതി പറയും. മക്കൾ സ്നേഹിക്കുന്നില്ല എന്ന് ഈശോയോട് പരാതി പറയും. അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി നമ്മളെപ്പോഴും പല പ്രശ്നങ്ങളുമായി നമ്മളെപ്പോഴും പരാതിക്കാരായി നമ്മുടെ ഈശോയുടെ മുന്നിൽ നിൽക്കാറുണ്ട്. ഈശോയോട് പറയാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തേ കർത്താവേ എന്നെ സഹായിക്കാത്തത്? അതൊരു പരാതിയാണ്. നമ്മൾ പിന്നെ മറ്റുള്ള എന്ത് കാര്യങ്ങളിലും നമ്മുടെ കുറവുകളെ നമ്മൾ നോക്കാതെ നമ്മളെപ്പോഴും പരാതികളുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതെല്ലാം നമ്മൾ നിർത്തി നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് പരാതിയില്ലാതെ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഈശോയുടെ മുന്നിൽ പരാതിയുള്ളവരായി നമ്മൾ ജീവിക്കരുത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് ഈ 50 നോമ്പ് വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം സ്നേഹമാണ്. സ്നേഹം ഇന്ന് നമ്മൾ കുറവായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം. മറ്റുള്ളവരിൽ എപ്പോഴും നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അവരെ വിമർശിക്കാനും വേണ്ടി മാത്രമേ ഉപകരിക്കാറുള്ളൂ. ഒരിക്കലും സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകില്ല. നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാകണമെങ്കിൽ പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളോട് കൂടെ ഇരിക്കണം. അതിന് നമ്മൾ പരിശുദ്ധ അമ്മയെയും പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവെ, എന്നിൽ വന്ന് നിറഞ്ഞ് എന്നിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിരന്തരമായി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിച്ചുകൊണ്ട് സ്നേഹം അമ്മ കാണിച്ച വഴിയിലൂടെ പോകുവാൻ നമുക്ക് സാധിക്കണം. അമ്മ എല്ലാത്തിനും സ്നേഹിച്ചുകൊണ്ട് മാത്രം ജീവിച്ചവളാണ്. എത്ര പ്രശ്നങ്ങളുണ്ടായാലും പരിഭവങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മ സ്നേഹം മാത്രമേ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ളൂ. ആ അമ്മയോടൊത്ത് നമുക്ക് മുന്നോട്ട് പോയി പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുമ്പോൾ നമ്മുടെ നോമ്പ് വിശുദ്ധമായി ആചരിക്കാൻ നമുക്ക് സാധിക്കും.
അതുപോലെ തന്നെ നമുക്ക് വിധിക്കാതിരിക്കുക. വിധിയാണ് നമ്മളെപ്പോഴും അവർക്കങ്ങനെ ഉണ്ടായെങ്കിൽ അവർക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടണം, ഇങ്ങനെ വരണം, അവർക്ക് ഇന്നത് ചെയ്താൽ അവർക്ക് അങ്ങനെയല്ലേ അവർ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ വരണം എന്ന് നമ്മൾ വിധിക്കും. അങ്ങനെ വിധിക്കാതിരിക്കുക. അവളുടെ മകൻ അങ്ങനെ ചെയ്തു, അവളുടെ മകനെ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യണം. നമ്മളെല്ലാവരെയും വിധിക്കുന്നവരാണ്. ആ വിധിയിൽ നിന്നെല്ലാം നമുക്ക് മോചനമുണ്ടാകണം. മറ്റുള്ളവരെ വിധിക്കാനുള്ള ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ വിധിക്കാൻ സാധിക്കുള്ളൂ. വിധികർത്താവെന്ന് പറയുന്നത് ഈശോയാണ്. അപ്പോൾ വിധിക്കാതിരിക്കുക. അങ്ങനെ വിധിക്കാതിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നോമ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് നമ്മളുടെ സ്നേഹവും കരുണയും അതുപോലെ തന്നെ പരാതി ഒന്നുമില്ലാതെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ 50 നോമ്പ് വളരെ വിശുദ്ധമായിട്ട് ആചരിക്കാനായിട്ട് സാധിക്കും. അതിലും ഉപരിയായി നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ പൗലോസ്ലീഹ തെസ്സലോനിക്ക എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമ്മൾ പ്രഭാതത്തിലാണേലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുറവുകളെ, നമ്മുടെ മക്കളുടെ കുറവുകളെ എല്ലാം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കുരിശിൻ്റെ വഴി, അതായത് ആ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പീഡകളേറ്റുവെന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ. അപ്പോൾ ആ കുരിശിൻ്റെ വഴിയും പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ എല്ലാം തീർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ ഈശോയുടെ മുൻപിൽ ഇരുന്നിട്ട് പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യെശയ്യാ 33:2 കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും തമ്പുരാൻ നിന്നോട് കൂടെ വസിക്കും. നീ ആ വചനങ്ങളെ ഒന്ന് മുറുകെ പിടിച്ചു നോക്ക്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽക്കാർ എന്നും വിജയലാളിതരായിരുന്നു. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ നമ്മളുടെ ഭവനത്തിലിരിക്കുന്ന ആ വാഗ്ദാന പേടകമായ വചനത്തെ നമ്മൾ കയ്യിലെടുക്കണം. ആ വചനത്തെ എപ്പോഴും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചാൽ ഈ നോമ്പുകാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 90:14 വാക്യമുണ്ട്. പ്രഭാതത്തിൽ എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ്. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. നമുക്ക് സന്തോഷിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും മൊത്തം നമുക്ക് സന്തോഷിക്കണം. മറ്റുള്ളവരുമായി സന്തോഷിക്കണമെങ്കിൽ നമ്മൾ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. സായാഹ്നങ്ങളിലും പ്രഭാതത്തിലും ഉച്ച സമയത്തും ഏത് സമയങ്ങളിലും ഈശോയെ സ്തുതിച്ചു നോക്ക്. ഈശോയുടെ വചനങ്ങളെ ഏറ്റു പറഞ്ഞു നോക്ക്. അവൻ അനുഭവിച്ച പീഡകളെ നമുക്കൊന്ന് ധ്യാനിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും വിശുദ്ധമാക്കാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരമാകും നമ്മൾ വചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ. വചനങ്ങൾ എപ്പോഴും നമ്മുടെ സഹചാരിയായിരിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾ ജോലിക്കായി കടന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അവരെപ്പോൾ വരുമെന്നോ എങ്ങനെയായിരിക്കും, ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കുമെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വചനമുണ്ട്. 1 ദിനവൃത്താന്തം 4:10 വാക്യം. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ചെൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ
കുടുംബനാഥന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരായി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരിക്കണം. സദാ ജാഗരൂകരായിരുന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും. അതുപോലെ കഴിവുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കണം. നമ്മളൊരു നോക്കുകുത്തിയായി നിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല. നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളെയും അവിടത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മുടെ കുർബാന എടുത്ത് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. എത്രമാത്രം വേദനകൾ അനുഭവിച്ച് ആ തിരുരക്തം കൊണ്ടും അപ്പം കൊണ്ടും നമ്മളെ സംതൃപ്തിയാക്കാൻ വേണ്ടി, അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് തരാൻ വേണ്ടി എത്രമാത്രം പീഡകൾ അനുഭവിച്ചാണ് ഈശോ ക്രൂശിലേറ്റപ്പെട്ടതെന്ന് നമ്മൾ ധ്യാനിച്ചാൽ തീർച്ചയായിട്ടും ആ സ്വീകരിക്കുന്ന കുർബാന നമ്മൾക്ക് വളരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾക്കിങ്ങനെ വിശുദ്ധീകരണവും പരാതി കൂടാതെ ജീവിതവും സ്നേഹവും വിധിക്കാതിരിക്കുകയും പ്രാർത്ഥനയിലൂടെ പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ 50 നോമ്പ് നമുക്ക് വിശുദ്ധമായി ആചരിക്കാൻ സാധിക്കും. അതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വിശുദ്ധീകരണമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.